കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയാണ് ജൂൺ 5 ലോകമെമ്പാടും പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ശ്വസിക്കാൻ ശുദ്ധവായുവും കുടിക്കാൻ ശുദ്ധജലവും കഴിക്കാൻ ഭക്ഷണവും പ്രദാനം ചെയ്യുന്ന നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ തന്നെ ചെയ്തികൾ പരിസ്ഥിതിയെ മലിനമാക്കുന്നു. ഇന്ന് ഇവിടെ ഞങ്ങൾ ജവഹർ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഒരു ബോധവത്കരണ പരിപാടി സംഘടിപ്പിക്കുന്നു. ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്ന പരവൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ശ്രീജ അവർകളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന ബഹുമാന്യനായ മുനിസിപ്പൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ ശ്രീകുമാർ സാറിനെ ഹാർദ്യമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വാർഡ് മെമ്പറിനെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ആദരണീയനായ സ്കൂൾ പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ ജോഷി മായമ്പറമ്പിലിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന വ്യക്തിക്ക് ഫലവൃക്ഷത്തൈ കൈമാറിക്കൊണ്ട് പ്രസ്തുത പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട പരവൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ശ്രീജ അവർകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ് 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആശയം. നമ്മുടെ പരിസ്ഥിതിയെ എല്ലാ ഉത്തരവാദിത്വത്തോടും കൂടി സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകാൻ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലുന്നതിനായി ശ്രീദുരിതയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രതിജ്ഞ. എന്റെ നാടിനോടും സമൂഹത്തോടും ഞാൻ ജീവിക്കുന്ന പരിസ്ഥിതിയോടും ജീവന്റെ ഉറവിടമായ ഭൂമിയോടും ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുകയോ വലിച്ചെറിയുകയോ ഇല്ല എന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഞാനോ എൻ്റെ കുടുംബാംഗങ്ങളോ ഉൽപ്പാദിപ്പിക്കുന്ന ഖരമാലിന്യം പൊതുസ്ഥലത്തേക്ക് വലിച്ചെറിയാതെ ജൈവം അജൈവം എന്നിങ്ങനെ തരംതിരിച്ച് ശേഖരിക്കുകയും ജൈവ മാലിന്യം എൻ്റെ വീട്ടിലോ എൻ്റെ സ്കൂളിലോ ശാസ്ത്രീയമായി സംസ്കരിക്കുകയും അജൈവ മാലിന്യങ്ങൾ പുനഃചംക്രമണത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറുകയും ചെയ്യുന്നതാണ് എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന പരിസ്ഥിതി ദിന സന്ദേശം നമുക്കൊന്നായി ഏറ്റെടുക്കാം. ഈ ഭൂമിയുടെ ഹരിതശോഭയ്ക്ക് കോട്ടം വരുത്തുന്നതും പ്രകൃതിക്ക് ദോഷം വരുത്തുന്നതുമായ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ഞാൻ കുറയ്ക്കുമെന്നും പ്രകൃതിക്കിണങ്ങുന്ന വസ്തുക്കളുടെ ഉപയോഗത്തിൽ ശ്രദ്ധിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. താങ്ക് യു ശ്രീരുദ്ര. സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനായി ശ്രീമതി ശ്രീജ അവർകളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനരെ, നമ്മുടെ ഇടവ ജവഹർ പബ്ലിക് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടത്തുന്ന പരിസ്ഥിതി സന്ദേശത്തിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ ഒരു സ്വാഗതം അറിയിക്കുകയാണ്. നമ്മുടെ മുനിസിപ്പൽ ജീവനക്കാർ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് മറ്റ് സ്കൂളുകളിലും ഇതുപോലുള്ള ഈ സമയത്ത് തന്നെയാണ് നടത്തേണ്ടതെന്നുള്ളതുകൊണ്ട് ഉദ്ഘാടന സെഷൻ കഴിഞ്ഞിട്ട് പോകുമെന്നുള്ളതുകൂടി ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. നമ്മുടെ പരിസ്ഥിതിയോട് ബന്ധപ്പെട്ട് കുട്ടികൾ ഇപ്പോൾ പ്രതിജ്ഞ ചൊല്ലിയിട്ട് ഉള്ള വാക്കുകൾ
നമുക്കിപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജൈവം അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കുന്നതിനുള്ള ഉപാധികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഖരമാലിന്യങ്ങളും ഇവിടെ പറഞ്ഞതുപോലെ ഇപ്പോൾ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആൾക്കാർ അതിൻ്റെ വേസ്റ്റുകളെല്ലാം കൊണ്ടുവന്ന് ഇടുന്നത് നഗരത്തിൻ്റെ എവിടെയെങ്കിലും ഒഴിഞ്ഞ കോണിലോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സ്ഥലത്തൊക്കെ ഇടാറുണ്ട്. പക്ഷേ ഇപ്പം കുറേ ഒരു ഏകദേശം 2 വർഷത്തോളമായിട്ട് നമ്മുടെ പരവൂർ നഗരസഭയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ അത്രത്തോളം നമുക്ക് ഈ മാലിന്യങ്ങളൊന്നും കുന്നുകൂടി കിടക്കുന്ന ഇടങ്ങളൊന്നും വലുതായിട്ടൊന്നുമില്ല. പക്ഷേ മനുഷ്യർ നമ്മളിടത്തോളം കാലം മാലിന്യമുണ്ടെന്ന് പറയുന്ന പോലെ ആൾക്കാരുടെ ആ ഒരു മനോഭാവം മാറുന്നതനുസരിച്ച് മാത്രമേ നമ്മുടെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം മരങ്ങൾ വച്ച് പിടിപ്പിക്കുന്നത് ഇപ്പം നമുക്ക് ഉദ്ഘാടനമൊക്കെ ചെയ്തു കഴിഞ്ഞു. ഈ മരങ്ങൾ നമുക്കറിയാം ഇപ്പോഴും ഈ മഴയും കാറ്റും വന്നപ്പോഴുണ്ടായ ഒരു ബുദ്ധിമുട്ട്. കാരണം ഈ വലിയ മരങ്ങൾ, അതായത് നമുക്ക് ഒരുപാട് ഈ മുള പോലുള്ള മരങ്ങളൊക്കെ നമ്മൾ സ്കൂളിൽ വച്ച് പിടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം അത് കുട്ടികൾക്ക് ഒരു ശല്യമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അത്തരത്തിലുള്ള ആ മരങ്ങൾ ഒഴിവാക്കിയിട്ട് നമുക്ക് ബലവൃക്ഷ തൈകളായിട്ടുള്ള പേര, അതുപോലെ തന്നെ ജാമ്പ, അങ്ങനെയൊക്കെ നെല്ലി, അത്തരം തൈകളാണെങ്കിൽ കൂടുതൽ നമുക്ക് സ്കൂൾ വളപ്പിൽ വയ്ക്കുന്നതിനുള്ളൊരു നിർദ്ദേശം നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ റോഡ് സൈഡിലൊക്കെ തന്നെ വലിയ ഒരു മരം അല്ലാതെ ചെറിയ ചെറിയ മരങ്ങൾ, വൃക്ഷങ്ങൾ ഒരുപാട് വളർന്ന് മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത രീതിയിലുള്ള മരങ്ങൾ വച്ച് പിടിപ്പിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മുടെ സർക്കാരും പറയുന്നത്. കാരണം ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളുണ്ടായിട്ടുള്ള മൺസൂൺ ആ സമയത്ത് കാറ്റും മഴയും കാരണം ഒരുപാട് മരങ്ങൾ കടപുഴകി വീണ് നമ്മുടെ പോസ്റ്റുകൾ ഉൾപ്പെടെ മറിഞ്ഞ് ഒരുപാട് കറണ്ട് വൈദ്യുതിയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട ഒരു 2 ദിവസമെങ്കിലും നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഏതായാലും ഈ പരിസ്ഥിതിദിനത്തിൻ്റെ എല്ലാവർക്കും സന്ദേശം നമുക്കറിയാം. നമ്മുടെ ഈ മരങ്ങൾ വച്ച് പിടിപ്പിക്കുന്ന എല്ലാവരും ഒഴിഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ വച്ച് പിടിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തണം. അതുപോലെ ഈ പബ്ലിക് സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസ അഭിനന്ദനം പറയുകയാണ്. അതുപോലെ ഇപ്പോഴുള്ള ഒരു പ്രധാന പ്രശ്നം നമുക്കറിയാം. ഇത് മാത്രമല്ലല്ലോ, നമുക്കറിയാം ലഹരിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ മുതിർന്ന കുട്ടികളാണ് ഇതിനോട് വന്നിട്ടുള്ള എല്ലാവരും തന്നെ ഇപ്പം ലഹരിക്ക് എതിരായിട്ടുള്ള ഓരോ സന്ദേശവും നമുക്കിവിടെ ഓരോ സ്കൂളുകളും അതുപോലെ മുനിസിപ്പാലിറ്റിയും എല്ലാം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓരോ ബോധവൽക്കരണ പരിപാടികൾ ഇപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടും പരിപാടികൾ സംഘടിപ്പിക്കണം നമുക്ക് അങ്ങനെയുള്ള പ്രയത്നിക്കണമെന്ന് പറയുകയാണ്. കാരണം ഈ അടുത്തിടെ കണ്ട വാട്സപ്പ് നല്ല സന്ദേശം. കാരണം ഒരു മകനെ കെട്ടിയിട്ട് അമ്മ മുളക് തേക്കാണ് ലഹരിക്ക് കാരണം നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങണം. സാധാരണ നമ്മുടെ മക്കൾ അങ്ങനെ പോകാണ്ട് മറച്ചു വെക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് അതാണ് ആ മകനെ കൂടുതൽ നമുക്ക് അങ്ങോട്ട് അല്ലെങ്കിൽ ആ ഒരു കുറ്റത്തോട്ട് പോകാനുള്ള ഒരു ഇട വരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അമ്മമാർ, അച്ഛൻ ഒക്കെ നമ്മുടെ രക്ഷകർത്താക്കൾ നമ്മുടെ മക്കളെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരുടെ ബാഗ് പരിശോധിക്കുകയും അല്ലെങ്കിൽ അവർക്ക് ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ നമ്മുടെ ഉത്തരവാദിത്തം. അതുപോലെ ടീച്ചേഴ്സും എല്ലാവരും തന്നെ നമ്മുടെ മക്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളായിട്ടുള്ളവരെല്ലാം നമുക്ക് നല്ല നേർവഴിക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഈ ഒരു ദിനത്തിലെ എല്ലാവർക്കും നല്ലൊരു ആശംസ പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു. അതുപോലെ എന്നെക്കൂടി ക്ഷണിച്ചിട്ട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി. അടുത്തതായി നമ്മുടെ വിശിഷ്ടാതിഥികൾക്ക് മൊമെന്റോ നൽകി ആദരിക്കുന്നതിനായി സ്കൂൾ പ്രിൻസിപ്പലിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പരിപാടിക്ക് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി മുനിസിപ്പൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ ശ്രീകുമാർ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, കുട്ടികളിൽ നിന്നാണ് ശുചിത്വ ബോധവും പ്രകൃതി സംരക്ഷണവും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നല്ല നിലയിൽ സംസ്കരിക്കുന്നതിനും കഴിവതും ഒഴിവാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങൾ വീടുകളിലും അതിലൂടെ സമൂഹത്തിലും എത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒരു മാർഗം. അപ്പോൾ അത്തരത്തിൽ ഈ പരിപാടി ഇവിടെ ഈ ദിവസം സംഘടിപ്പിച്ച സ്കൂൾ അധികൃതർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ആശംസാ പ്രസംഗത്തിനായി വാർഡ് മെമ്പർ ശ്രീ സുധീർ കുമാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, ഈ ഇടവ ജവഹർ പബ്ലിക് സ്കൂൾ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. അതുപോലെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ ജോഷി സാറ്, എനിക്ക് മുന്നേ
സംസാരിച്ച നഗരസഭയുടെ ബഹുമാന്യായ ചെയർപേഴ്സൺ ശ്രീമതി പി ശ്രീജ, അതുപോലെ നഗരസഭയുടെ ബഹുമാന്യനായ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ ശ്രീകുമാർ സാർ അടക്കമുള്ള ഏറെ ബഹുമാന്യരെ, നാട്ടുകാരെ, ഏറെ പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കറിയാം ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി എല്ലാ രാജ്യങ്ങളും ആചരിക്കുകയാണ്. 1972 ഐക്യരാഷ്ട്രസഭയാണ് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി തിരഞ്ഞെടുത്തത്. ഇങ്ങനെ ഒരു ദിനം തിരഞ്ഞെടുത്തതിൻ്റെ ആവശ്യകത തന്നെ നമ്മൾ വളർന്നു വരുന്ന തലമുറയെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ദിനം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ മനുഷ്യരാണ് പ്രകൃതിയെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മലനിരകളും കുന്നുകളും ഒക്കെ പുഴകളും നദികളും ഒക്കെ ഇടിച്ചു നിരത്തി ഇപ്പോൾ ഫ്ലാറ്റുകളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും നമ്മളിപ്പോൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് മനുഷ്യൻ തന്നെയാണ്. മറ്റ് ജീവജാലങ്ങളൊന്നും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളെപ്പോലെ ഈ പ്രകൃതിയിൽ ജീവിക്കാൻ അവകാശമുള്ളവരാണ് മറ്റ് ജീവജാലങ്ങൾ. അപ്പോൾ അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു കയറി മനുഷ്യൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നത്. അതിന് ഫലമായിട്ടാണ് ഇപ്പോൾ വന്യജീവികളൊക്കെ ഇന്ന് റോഡിലോട്ട് ഇറങ്ങി തുടങ്ങി. ഇപ്പോൾ വയനാടും പിന്നെ കൽപ്പറ്റയിലും ഇടുക്കിയിലും ഒക്കെയാണ് ഇറങ്ങിയെങ്കിൽ നാളെ ഇനി കൊല്ലത്തോട്ടും പരവൂരോട്ടും ഒക്കെ ഇറങ്ങിക്കൂടാന്നില്ല. അപ്പോൾ ഈ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കേണ്ട നമ്മൾ തന്നെയാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത്. ഇപ്പോൾ പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് മരം നടുന്ന ദിവസമായിട്ടാണ് കുട്ടികളെ കാണുന്നത്. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ മാലിന്യം, ഇന്നിപ്പോൾ ഗവൺമെൻറ് തന്നെ ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ പ്ലാസ്റ്റിക് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമൊക്കെ പ്ലാസ്റ്റിക് മാലിന്യം പിന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ നഗരസഭയിലൊക്കെ ഹരിതകർമ്മസേനക്കാർ വീടുകളിൽ തോറും വന്ന് പ്ലാസ്റ്റിക് ശേഖരിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ എത്ര വീടുകളിൽ നിന്ന് അത് കൊടുക്കുന്നുവെന്നും നമ്മളെ വീടുകളിൽ അത് ശാസ്ത്രീയമായി എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നും നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടതാണ്. അപ്പോഴത് വളർന്നു വരുന്ന തലമുറയെ നിങ്ങൾ വേണം ഇനി നിങ്ങളുടെ വീട്ടുകാരെ പോലും ബോധവൽക്കരിക്കാൻ. കാര്യം വെച്ചാൽ പ്ലാസ്റ്റിക് ഇട്ട് കത്തിച്ചാൽ ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിക്കും. കൊച്ചുകുട്ടികൾക്ക് വരെ പല വീട്ടുകാരും ഇത് പ്ലാസ്റ്റിക് കൈമാറാതെ സ്വന്തം പുരയിടങ്ങളിലും വീട്ടുവളപ്പിലും ഇട്ട് കത്തിക്കുന്നത് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുള്ളവരാണ് ഞങ്ങൾ നഗരസഭ കൗൺസിലർമാരും അതുപോലെ തന്നെ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ജീവനക്കാരുമൊക്കെ. അതുമൂലമുണ്ടാകുന്ന പ്രകൃതിക്കുണ്ടാകുന്ന ദോഷം അത് വളരെ വലുതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവജാലങ്ങൾ, നമ്മൾ വലിച്ചെറിയുന്ന ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഭക്ഷിച്ച് ഓരോ വർഷവും ഒട്ടേറെ പിന്നെ ജീവികളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മളെ ജലാശയങ്ങളിലും ഒക്കെ വലിച്ചെറിയുമ്പോൾ ആ ജലാശയങ്ങളിലെ ജീവജാലങ്ങളും അതുപോലെ നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലും അതൊക്കെ കുടുങ്ങി എത്രയോ പിന്നെ മൃഗങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്. അതിൻ്റെ തലയിലൊക്കെ കുരുങ്ങി ദിവസങ്ങളോളം കൊണ്ട് റോഡുകളിലൊക്കെ നടക്കുന്ന കാഴ്ച നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മൾക്ക് ഓരോരുത്തർക്കുമാണ്. നമ്മൾ പറഞ്ഞ കണക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ ഉള്ള മരങ്ങളൊക്കെ പലപ്പോഴും ആളുകൾ മരം നടുന്നത് തൊട്ട് അതിരിൽ കൊണ്ടുവന്ന് വെച്ചാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ വീടുകളിൽ മരം നടുമ്പം അടുത്ത ആളുടെ അതിരിൽ കൊണ്ടുവയ്ക്കാതെ അതുപോലെ തന്നെ റോഡരിയിൽ കൊണ്ടുവച്ച് ഇപ്പോൾ ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ ഈ പിന്നെ ഇപ്പോഴുണ്ടായ മഴയിലും കാറ്റിലുമൊക്കെ പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന് വൻ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ സമൂഹത്തിന് മറ്റ് ബാധ്യതകൾ ഉണ്ടാകാത്ത രീതിയിൽ നമ്മുടെ പുരയിടത്തിലാരും മരങ്ങൾ നട്ടാൽ അടുത്ത ആളുടെ അതിരി കൊണ്ട് നടാതെയും പിന്നെ നിരത്തുകളിലൊക്കെ നടുമ്പം ഈ പറഞ്ഞ കണക്ക് ഇലക്ട്രിസിറ്റി ബോർഡിനും ലൈനും ഒക്കെ അടുത്തും കൊണ്ട് നടാതെ അതൊക്കെ അതിൻ്റേതായ അകലം പാലിച്ചുകൊണ്ട് ചെയ്യണം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൊതുനിരത്തുകളിലും നമ്മുടെ വീട്ടിലൊന്നും വലിച്ചെറിയാതെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വീടുകളിൽ വരുന്ന ഹരിതകർമ്മസേനയ്ക്ക് അത് കൈമാറണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പരിസ്ഥിതി ദിനം ആശംസിച്ചുകൊണ്ട് എന്നെ കൂടി പരിപാടിയിൽ ക്ഷണിച്ചതിനുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി നമ്മുടെ വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്ന മുനിസിപ്പാലിറ്റി ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ ശ്രീകുമാർ സാറിനെ മൊമെന്റോ ഏറ്റുവാങ്ങുന്നതിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. മൊമെന്റോ നൽകി ആദരിക്കുന്നതിനായി സ്കൂൾ പ്രിൻസിപ്പലിനെ സാദരം ക്ഷണിക്കുന്നു.
വാർഡ് മെമ്പർ ശ്രീ ശ്രുതി സാറിനെ മൊമെന്റോ സ്വീകരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഇനി നമുക്ക് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ കൂട്ടുകാർ ഒരുക്കിയ കുറച്ച് കലാപരിപാടികൾ കണ്ടാലോ. ആദ്യമായി നമ്മുടെ മാതാവായ ഭൂമി ദേവിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള നൃത്യാവിഷ്കാരം ആസ്വദിക്കാം. Earth is the only known planet having life in this universe. We should respect and maintain everything we get from our Mother Earth. സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് ഫലവൃക്ഷത്തായി വിതരണം ചെയ്യുന്നതിനായി ജവഹർ പബ്ലിക് സ്കൂളിന്റെ ആരാധ്യനായ പ്രിൻസിപ്പൽ റെവറൻഡ് ഫാദർ ജോഷി മായമ്പറമ്പിലിനെ ക്ഷണിക്കുന്നു.
പങ്കുവച്ചതിന് നന്ദി. നാം അനുഭവിക്കുന്ന തണൽ നമ്മുടെ പൂർവികരുടേതാണ്. വരും തലമുറയ്ക്ക് തണൽ ഒരുക്കേണ്ടതും നമ്മളുടെ കടമയാണ്. നമുക്ക് അണിനിരക്കാം നാളേക്കൊരു തണലൊരുക്കാൻ. തിരക്കേറിയ ഈ ബസ് സ്റ്റേഷൻ പരിസരത്ത് ഇങ്ങനെ ഒരു കലാപരിപാടി അവതരിപ്പിക്കുവാൻ നമുക്ക് എല്ലാവിധ പിന്തുണയും നൽകിയ പരവൂർ മുനിസിപ്പൽ ചെയർപേഴ്സണും മുനിസിപ്പൽ ഹെൽത്ത് ഇൻസ്പെക്ടർക്കും വാർഡ് മെമ്പർക്കും ജവഹർ സ്കൂളിന്റെ പേരിൽ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പരിപാടിക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിയ പരവൂർ പോലീസ് സ്റ്റേഷൻ അധികാരികൾക്കും ഓഫീസർമാർക്കും സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുവാൻ പ്രചോദനവും പ്രോത്സാഹനവും നൽകിയ ബഹുമാനപ്പെട്ട സ്കൂൾ പ്രിൻസിപ്പലിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കും. ഇത്രയും നേരം ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ നാട്ടുകാർക്കും ജവഹർ സ്കൂളിന്റെ പേരിൽ ഹൃദയമായി നന്ദി അറിയിക്കുന്നു. പരിപാലിക്കണം സ്ഥിതി മാറാതിരിക്കാൻ ദിനം തോറും എന്ന ആപ്തവാക്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ വിദ്യാർത്ഥികളും അധ്യാപകരും ഈ ബസ് സ്റ്റാൻഡ് പരിസരം ശുചീകരിച്ചും തുടർന്ന് പരവൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഫലവൃക്ഷത്തൈ നട്ടും പരിസ്ഥിതി ദിനത്തിൽ പങ്കാളികളാകുന്നതായി ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. നന്ദി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ പൂപ്പുകൈ മാത്രമായി, ചൊരിയും